ഞാൻ പോലീസിൽ കീഴടങ്ങിയില്ലെങ്കിൽ നാട്ടുകാരെന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള പേടി കൊണ്ടും മുമ്പൊക്കെ അങ്ങനെ പലപ്പോഴും കീഴടങ്ങും. അപ്പൊ പ്രത്യേകിച്ച് ബസ് അപകടങ്ങളിലൊക്കെ വരുന്ന ഡ്രൈവേഴ്സ് ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ അഭയം ഉണ്ടാകുന്ന സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന ഉദ്ദേശം കൊണ്ടാവാം. പക്ഷെ ഈ ഒരു നമുക്ക് ഞാൻ ചിന്തിച്ചുകൂടായില്ല. അതായത് ഈ ഒരു വാലിഡേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹീറോയ്ക്ക് പരിവേഷം കിട്ടി. കാരണം ഇന്ന് ഈ തിരുവനന്തപുരം കേസ് തന്നെ പുള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ സമയത്ത് ആദ്യഘട്ടത്തിൽ പോലീസ് അത് വിശ്വസിച്ചിട്ടുണ്ടായില്ല. പുള്ളിയുടെ മനോനില ശരിയാണോ എന്നത് ഓട്ടോ ഡ്രൈവറെ വിളിച്ച് വെരിഫൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ ആൾ ഓക്കെ ആണ്, ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്നാൽ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പല ക്ലെയിംസുകളും വരാറുണ്ട്. അപ്പം ആദ്യം അല്ല ഹീറോയ്ക്ക് പരിവേഷം കിട്ടാനാണോ എന്നുള്ള ചോദ്യം കേസ് ബൈ കേസ് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനുള്ള കാരണം ഗിൽറ്റ് കൊണ്ട് തന്നെ ആയിരിക്കാം. കാരണം ഞാൻ ചെയ്തു പോയി, ഇനി ഓപ്ഷൻ ഇല്ല. അങ്ങനെ പല കേസിലും ഈ പ്രണയനൈരാശ്യ കേസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പൊതുവായി ഇങ്ങനെ ഒരു പ്രകോപനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവർ ആക്ട് ചെയ്യേണ്ടി വന്നു, ഇനി ഞാൻ കൂടുതൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്ന ആൾക്കാരുണ്ടാവും. അത് മിക്കവാറും അങ്ങനെ ചെയ്തു പോയി എന്നുള്ളതിന്റെ ഭാഗമായിരിക്കാം. അതിനെ ഞാൻ ചെയ്തു, ഞാൻ അത് ശരിയാണ് ചെയ്തത്, എന്നെ വാലിഡേറ്റ് ചെയ്യണം, ഞാൻ അങ്ങനെ ഒരു ഹീറോയ്ക്ക് പരിവേഷം കിട്ടണം എന്ന ഉദ്ദേശത്തിൽ ആവാൻ സാധ്യത വളരെ കുറവാണ്.